ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് ചൈന. ടിബറ്റിൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് അണക്കെട്ട് നിർമ്മിക്കാനൊരുങ്ങുന്നത്. പുതിയ അണക്കെട്ട് ത്രീ ഗോർജസ് അണക്കെട്ടിനേക്കാൾ വലുതായിരിക്കുമെന്നാണ് ചൈനയുടെ അവകാശവാദം. 137 ബില്യൺ യുവാനാണ് അണക്കെട്ടിന്റെ ചിലവിനായി കണക്കാക്കുന്നത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ചൈന നിർമ്മിച്ച ത്രീ ഗോർജസ് അണക്കെട്ടാണ്. 1994 അണക്കെട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 12 വർഷം എടുത്താണ് പണി പൂർത്തിയായത്. ത്രീ ഗോർജസിനേക്കാൾ 3 ഇരട്ടി വൈദ്യുതി ഉൽപാദന ശേഷിയാണ് പുതിയ അണക്കെട്ടിന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഭൂമിയുടെ ഭ്രമണം 0.06 സെക്കൻഡ് മന്ദഗതിയിലാക്കാൻ സാധിക്കുന്നതാണ് പുതിയ അണക്കെട്ടെന്നാണ് നാസയുടെ കണ്ടെത്തൽ. പരിസ്ഥിതി ലോലമായ ഹിമാലയൻ മേഖലയിലാണ് അണക്കെട്ട് എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. പരിസ്ഥിതി ഉണ്ടാക്കുന്ന ആഘാതവും ഭൂമിശാസ്ത്രപരമായ ദുർബലമാണ് ഈ പ്രദേശമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ബ്രഹ്മപുത്രയുടെ ഒഴുക്കിനെയും നദീതടത്തെയും പദ്ധതി പ്രതികൂലമായി ബാധിക്കുമെന്നും ആശങ്കയുണ്ട്. കടുത്ത വരൾച്ചയും വെള്ളപ്പൊക്കവും ഉണ്ടാകാൻ നിർദ്ദിഷ്ട പദ്ധതി കാരണമാകുമെന്നാണ് റിപ്പോർട്ട്. ഉയർന്ന ഭൂകമ്പ സാധ്യത മേഖലയായതിനാൽ പ്രദേശത്തെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന ഓരോ ആഘാതത്തെയും ആശങ്കയോടെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്. ഡാം നിർമ്മിക്കുന്നത് ബ്രഹ്മപുത്രയുടെ ഒഴുക്കിനെയും നദീതടത്തെയും പ്രതികൂലമായി ബാധിക്കുമോ എന്ന് ആശങ്ക നിലനിൽക്കുന്നു. നിർദ്ദിഷ്ട പദ്ധതി ഇന്ത്യക്കാരെയും ബാധിക്കും. കടുത്ത വരൾച്ചയ്ക്കും വെള്ളപ്പൊക്കത്തിനും കാരണമാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നു. രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കണമെന്നും പദ്ധതി സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ചൈനയിൽ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം. 300 ബില്യൺ കിലോവാട്ട് വൈദ്യുതി പ്രതിവർഷം നിർമ്മിക്കാമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നാണ് അണക്കെട്ട് നിർമ്മാണം. പുതിയ പദ്ധതിയോടെ ഇന്ത്യയും ബംഗ്ലാദേശും കടുത്ത ആശങ്കയിലാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.